കലോത്സവം കുട്ടിക്കാർ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സ്വർണ്ണക്കപ്പ് ആദ്യ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. 25 വേദികൾ മൊത്തത്തിലുണ്ട്, 249 ഇനങ്ങൾ മൊത്തത്തിലുണ്ട്, 15,000-ഓളം കലാപ്രതിഭകൾ മൊത്തത്തിലുണ്ട്. അങ്ങനെ ആ സ്വർണ്ണക്കപ്പം വഹിച്ചുകൊണ്ട് മന്ദമന്ദം ആ ഘോഷയാത്ര ഒന്നാം വേദിയിലേക്ക് എത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത്, സ്മിത ഹരിദാസ്, ശ്രീനാകൃഷ്ണൻ എന്നിവർ തുടരുന്നു ഇപ്പോഴും. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഒരു പൂരത്തിന്റെ വൈബിൽ പൂരത്തലേന്നാൾ എന്താണോ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, എന്താണോ അവിടുത്തെ വൈബ്, ഏതാണ്ട് അതേ വൈബ് അവിടെ നിൽക്കുമ്പോൾ അനുഭവിച്ച് തൊട്ടറിയാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ്, പൂരത്തിന്റെ വൈബുണ്ട്. അതോടൊപ്പം തന്നെ ഇതില് എനിക്ക് തോന്നുന്നു എല്ലാ പ്രായത്തിലുള്ള ആളുകൾ പൂരത്തിനെത്തെങ്കിലും ഇത്രയേറെ കുട്ടികൾ, കൗമാര കലോത്സവം എന്ന് പറയുന്നത് അർത്ഥവത്താക്കുമല്ലോ, അത്രയേറെ കുട്ടികളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒന്നാം വേദിയുടെ മുമ്പിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തിയപ്പോൾ അവരോടൊപ്പം തന്നെ നമ്മൾ എത്തി. ഇനി അത് നമ്മുടെ അകത്ത് ഇനിയും നമ്മുടെ മറ്റു ടീമുകളൊക്കെ നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ രാവിലെ ഇവിടെ നിറഞ്ഞ കവിയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ കണ്ടതാണ് ഇതിൻ്റെ ഈ മുൻപിൽ തന്നെയുള്ള പതാക ഉയർത്താനുള്ള, അതിലും കലാ സംഗമത്തിൻ്റെ വേദി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാലടിയിൽ നിന്നുള്ള ആ കലാകാരൻ അത് വരച്ചിട്ടുള്ളത്, അത് ഒരുക്കിയിട്ടുള്ളത്. അതിലെല്ലാം ഉണ്ട്. 64-ാം കലോത്സവമാണ്. അപ്പോൾ 64 ഉണ്ട്. ഒപ്പം തന്നെ ചെണ്ടക്കോലുണ്ട്, ബ്രഷ് ഉണ്ട്, പാലറ്റ് ഉണ്ട്, മ്യൂസിക്കൽ നോട്ട്സ് ഉണ്ട്, ചിലങ്കയുടെ മുത്തുകൾ, മണികളുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പതാക ഉയർത്താൻ അത് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ വൈകുന്നേരത്തിന് സാധാരണയിൽ കവിഞ്ഞൊരു സൗന്ദര്യമാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ നിറയെ ആളുകൾ വരാറുണ്ട്. അതിനേക്കാളൊക്കെ മനോഹരമായൊരു ദൃശ്യമാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് കാണാനുള്ളത്. തീർച്ചയായും സ്മിത, തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂരിൻ്റെ വൈബ്, അതിൻ്റെ ഓളം മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ട്. സ്വാഭാവികമായും അതിന് കുറച്ചുകൂടി ചന്തം വെക്കുന്നത് ഇങ്ങനത്തെ മേളകൾ നടക്കുമ്പോഴാണ്. പൂരമായാലും പുലിക്കളി ആയാലും തൃശ്ശൂരിൻ്റെ തനതായ ആഘോഷങ്ങൾ അനവധിയാണ്. എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ അവസാനം ബോൺനത്താലെ പോലും വലിയ ആഘോഷമായി തൃശ്ശൂർക്കാരെ ഏറ്റെടുക്കും. അതിനകത്ത് എല്ലാവരും ഒന്നിച്ചാണ്, ഒരു സംഘമായി ഏറ്റെടുക്കും, ഒരു മനസ്സോടുകൂടി ഏറ്റെടുക്കും. അതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. കലോത്സവത്തിലായാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ സംഘാടന മികവ് നമുക്ക് ആ ജീപ്പിൽ, തുറന്ന ജീപ്പിൽ നമ്മൾ കണ്ടതാണ്. മന്ത്രി കെ രാജൻ ഇവിടുത്തെ മന്ത്രിയാണ്. അതുപോലെ തന്നെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ മേയറായിട്ടുള്ള നിജി ജസ്റ്റിൻ ഡോക്ടറുണ്ട്, ഒപ്പം തന്നെ സനീഷ് കുമാർ MLA ഉണ്ട്. അങ്ങനെ തൃശ്ശൂരിൻ്റെ ഒരു പരിച്ഛേദം പൂർണ്ണമായും കാണാവുന്ന വിധത്തിൽ തന്നെയാണ് ആ തുറന്ന ജീപ്പിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഒരുക്കങ്ങൾ, കാരണം സ്വർണ്ണക്കപ്പ് എത്തിച്ചു കഴിഞ്ഞു. അതായത് 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ്, ആ സ്വർണ്ണക്കപ്പ് ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ അതിനകത്തുള്ള മറ്റ് സജ്ജീകരണങ്ങൾ. നാളെ ഇപ്പോൾ രാവിലെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം ഇത് ഇവിടെ പതാക, ഈ പൂരത്തിൻ്റെ മണ്ണിൽ പതാക ഉയരുന്നൊരു സ്ഥിതി ഉണ്ടാകും. എന്തായാലും ആ വർണ്ണാഭമായ കാഴ്ച, ആവേശകരമായ കാഴ്ച, ആ കാഴ്ചയിലേക്ക് എല്ലാവരും കണ്ണുനട്ടിരിക്കുകയാണ്. 12,000 കുട്ടികൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തായാലും ആ ഒരു മോള്, അല്ലേ, ഈ മോളായിരുന്നു കൊമ്പ് വായിച്ചത്. സ്മിതജിക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഏത് സ്കൂളാ? ഞാൻ മച്ചാട്. മോള് അടിപൊളിയായിട്ട് കൊമ്പ് വായിച്ചു കേട്ടോ. അധികം പേര് അതന്നെ കൊടുക്കേ, അധികം പേര് കൊമ്പ് വായിക്കാൻ പെൺകുട്ടികൾ വരാറ്. ലോകത്തെ ആദ്യ വനിതയാ. അടിപൊളി. ഇതുണ്ടോ, സെൽഫി എടുക്കേണ്ട വനിതയാണ്, ലോകത്തെ ആദ്യത്തെ വനിത. ഒന്നും കൂടെ ഒന്ന് വായിച്ചാലോ നമുക്ക്? കുഴപ്പമുണ്ടോ? നമുക്ക് വേണ്ടി നമ്മുടെ 24-ന്റെ പ്രേക്ഷകർക്കായി എക്സ്ക്ലൂസീവ്ലി. അടിപൊളി. മോൾക്ക് എപ്പോ തുടങ്ങിയ ഇത് ആഗ്രഹം വന്നേ? എനിക്ക് 11.5 വയസ്സിലാണ് തുടങ്ങിയത്. അമ്മയാണോ? അമ്മയാണ്. ഈ ഉത്സവങ്ങൾക്കൊക്കെ പോവായിരുന്നോ? ഞാനും ഫാമിലി ആയിട്ട് പോവും. ഞാൻ അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. അപ്പൊ ഈ മോളോട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ? അതെ. പിന്നെ എനിക്കിങ്ങനെ പേടിണ്ടായിരുന്നു, ചുണ്ടത്ത് ഊതിയിട്ട് പാടി വരുമെന്നൊരു പേടിണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു അങ്ങനെ പാട് വന്നാലും കുഴപ്പമില്ല, അത് ഞാൻ പ്രയത്നിച്ചിട്ടല്ല, എനിക്ക് അഭിമാനം എന്നാ മോള് പറഞ്ഞത്. ശ്വാസം പ്രശ്നമാണോ? നല്ലോണം ബ്രീത്ത് എടുക്കണം. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യും. അച്ഛൻ പിന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നിനക്ക് പറ്റിയ നമുക്ക് കൊമ്പ് മേടിക്കാൻ സ്വന്തമായിട്ട്, എന്നിട്ട് കൂതാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ. പിന്നെ എൻ്റെ ആശ എന്ന് പറയുന്നത് മച്ചാടി ആമേന്ദ്രനാണ്.
നന്നായി, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി ഒരുപാട് ഉയരത്തിലെത്തട്ടെ. അതായത് നമ്മുടെ അടുത്ത ടീം വരും. നമ്മുടെ ഇത് ഒപ്പനയാണോ മാർഗംകളിയാണോ? ദൈവമേ, ഒപ്പന ഏത് സ്കൂളാ? മാർഗംകളിയാണ്. എടാ നമ്മുടെ 24-ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 കളയങ്ങോട്ട്. പരിശുദ്ധ മുത്തകിയാകണ ഉത്തമ മുത്തുളി ഹോ ജാതി പതിമക്കം പൂരണമാക്കിയ പാലിലിറങ്ങണ രാജാതി സ്ഥിരമായ ഒരു സുന്ദര കോളിട് മുത്തിടവേ മണിമാരനും ചേർന്ന ശകേ അശകൊത്ത ചിത്തിരമായ ഒരു പന്തലിൽ മുന്തണ നാളെത്തി അറിവൊത്തി കത്തി വിളങ്ങണ ചെങ്കതിൽ പന്തലിൽ തോളെത്തി മതിയായി തെരുവിൽ അടിപൊളി അടിപൊളി. ഒരു പ്രത്യേകത രണ്ട് മണവാട്ടിയുള്ള ഒപ്പന ഇത് ലോകത്താദ്യാണോ ഇത്? നല്ല സുന്ദരി മണവാട്ടികളും ആഞ്ചല ആഞ്ചല സ്കൂളാന്ന് പറഞ്ഞേ? സെന്റ് ജോസഫ് കുരിയച്ചിറ. എങ്ങനെയുണ്ട്? രസം ഉണ്ടായിരുന്നോ? ഇതിനു മുൻപ് പോയിട്ടുണ്ടോ? ഇല്ല ഇതിനു മുൻപ് പോയിട്ടുണ്ടോ ഇങ്ങനെ ഘോഷയാത്ര? ഇല്ല ഇല്ല. ആ അടുത്ത മാർഗംകളി. ഒപ്പന കഴിഞ്ഞു, മാർഗംകളി. നിങ്ങൾ ന്റെ പ്രേക്ഷകര് കാണും. ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് തമ്പിയും സൂപ്പർ 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 എനർജി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മൾ ഒരു വാക്ക് പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ കളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ എന്തെന്ന് വെച്ചു. ഞങ്ങളെല്ലാം നിൽക്കണം. അങ്ങനെ വൈബാണ് മൊത്തം. അപ്പൊ കലോത്സവ നഗരി ഉണർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇനി അങ്ങോട്ട് കലാപൂരത്തിന്റെ ദിനങ്ങളാണ്. തൃശ്ശൂർ നഗരിക്ക് ഇനി രാപ്പകൽ ഭേദമില്ലാതെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. സന്ധ്യ പറയും ഇനി. അപ്പോൾ സൂര്യകാന്തി, പാരിജാതം, നീലക്കുറിഞ്ഞി, പവിഴമല്ലി, ചമ്പകം, മന്ദാരം, ചെമ്പരത്തി, മുല്ല, പനിനീർ തുടങ്ങിയ താമര വരെ, അല്ലെങ്കിൽ ഇപ്പോൾ കർണികാരം എന്നൊക്കെ പറയാം. കർണികാരം എന്ന പൂ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇതുവരെ കാണാത്ത പൂക്കളുടെ പേരൊക്കെ ആയിട്ടുള്ള 25 ഗംഭീര പൂക്കൾ. താമരയുടെ കാര്യത്തിൽ ആദ്യം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അതോട് ഉൾപ്പെടുത്തി. അപ്പോൾ 25 പൂക്കളുടെ പേരിൽ അങ്ങനെ കലിയുടെ ഗന്ധം ദേശം മൊത്തം വിടർത്തിക്കൊണ്ട് നാളെ മുതൽ അങ്ങനെ വിരിയാൻ പോകണം ഈ പൂക്കൾ അങ്ങോട്ട്. ഗംഭീരമാവും കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.